ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ ഏത് കമ്പനിയുടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയും സാംസങ്ങിൻ്റെയാണ്. അതുപോലെ തന്നെ ഇത് ഏത് കമ്പനിയുടെ കാറാണെന്ന് ചോദിച്ചാൽ ടാറ്റയാണെന്നും നിങ്ങൾ എളുപ്പത്തിൽ പറയും. എന്നാൽ ഈ കാണിച്ചിരിക്കുന്ന ഭിത്തിയിൽ അടിച്ചിരിക്കുന്ന പെയിന്റ് ഏത് കമ്പനിയുടേതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ പറയാനാകുമോ? പറയാനാവില്ല അല്ലേ? എന്നാൽ കസ്റ്റമേഴ്സിന് പെയിന്റ് കണ്ടിട്ട് ഇത് ഏത് കമ്പനിയുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പെയിന്റ് ഇൻഡസ്ട്രിയിൽ 1967 മുതൽ 2024 വരെ ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനവും ഏഷ്യയിൽ 2-ാം സ്ഥാനവും നിലനിർത്തുന്ന ഒരു കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ്. ആയിരത്തി 1942 കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർ 2-ാം മഹായുദ്ധകാലത്ത് ഇന്ത്യയിൽ വിദേശ നിർമ്മിത പെയിന്റുകൾക്ക് ബാൻ കൊണ്ടുവന്നു. അന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡായിരുന്നു ഷാലിമാർ പെയിന്റ്സ്. ഈ ബാൻ മൂലം ഇന്ത്യയിൽ പെയിന്റ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ഗുജറാത്തിലെ ഒരു ഗാരേജിൽ സുഹൃത്തുക്കളായ ചമ്പക്ലാൽ ചോക്സിയും ചിമൻലാൽ ചോക്സിയും സൂര്യകാന്ത് ഡാനിയും അരവിന്ദ് വക്കീൽ എന്നീ 4 സുഹൃത്തുക്കളും ചേർന്ന് ഒരു പെയിന്റ് കമ്പനി രൂപീകരിച്ചു. അതായിരുന്നു ഏഷ്യൻ പെയിന്റ്സ്. അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന പല പെയിന്റ് കമ്പനികളും ഇന്നത്തെ പോലെ വീടുകൾ ഫോക്കസ് ചെയ്തല്ല മാർക്കറ്റ് ചെയ്തിരുന്നത്. അന്ന് അവരുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഫാക്ടറികളും അതുപോലെ തന്നെ മറൈൻ പെയിന്റുമായിരുന്നു. 1942 കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഭൂരിഭാഗം വീടുകളും ഓല മേഞ്ഞതോ അല്ലെങ്കിൽ മൺകട്ട കൊണ്ട് നിർമ്മിച്ചതോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീടുകൾ പെയിന്റ് അടിക്കുന്നതും വളരെ വിരളമായിരുന്നു. ഏഷ്യൻ പെയിന്റ്സിന് തുടക്കത്തിൽ ഈ ഫാക്ടറികളും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഫോക്കസ് ചെയ്തെങ്കിലും കാലാകാലങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു പെയിന്റ് ബ്രാൻഡ് മാറ്റി ഉപയോഗിക്കാൻ അന്നത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തയ്യാറായിരുന്നില്ല. എന്നാൽ തോറ്റുമടങ്ങാൻ ഈ 4 സുഹൃത്തുക്കളും തയ്യാറായിരുന്നില്ല. അങ്ങനെ അവരുടെ ഫോക്കസ് ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഫാക്ടറികളിൽ നിന്നും മാറ്റി അവർ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള ചെറിയ വീടുകൾ ഫോക്കസ് ചെയ്ത് അവരുടെ ബിസിനസ്സുകൾ ചെയ്യാൻ തുടങ്ങി. ഫോക്കസ് ചെയ്യുന്ന മാർക്കറ്റിനും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഏഷ്യൻ പെയിന്റ്സ് അവരുടെ പ്രൊഡക്റ്റുകളിൽ മാറ്റം വരുത്തി. ഇതിനൊരു ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ ഫെസ്റ്റിവലാണ് പൊങ്കൽ. ഈ പൊങ്കൽ സമയത്ത് അവിടുത്തെ ആളുകൾ അവരുടെ കാളകളുടെ കൊമ്പുകളിൽ ചായം പൂശാറുണ്ടായിരുന്നു. ഇതൊരു ഓപ്പർച്യൂണിറ്റിയായി കണ്ട ഏഷ്യൻ പെയിന്റ്സ് കാളകളുടെ കൊമ്പിനടിക്കാൻ മാത്രം സ്പെഷ്യലി ഡിസൈൻ ചെയ്ത പെയിൻറ്റുകൾ തമിഴ്നാട്ടിലെ മാർക്കറ്റിലെത്തിച്ചു. ആ സമയത്ത് ആളുകൾക്ക് അഫോർഡ് ചെയ്യാവുന്ന പ്രൈസിൽ ലഭ്യമായ ഈ പെയിൻറ്റുകൾ ആളുകളുടെ ഇടയിൽ ഒരു സംസാര വിഷയമായി. ഇതുകൂടാണ്ട് അവർ ചെയ്ത മറ്റൊരു കാര്യമാണ് തമിഴ്നാട്ടിലെ വീടുകളിലെ വാതിൽ പടിക്കൽ റെഡ് വെല്ലയും പെയിൻ്റ് അടിക്കുന്ന ഒരു കൾച്ചറുണ്ട്. ഇതിനു വേണ്ടിയും സ്പെസിഫിക് ആയ പെയിൻറ്റ് ഏഷ്യൻ പെയിൻറ്റ്സ് മാർക്കറ്റിലെത്തിച്ചു. ആളുകളുടെ കൾച്ചറും അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കി കസ്റ്റമൈസ് ചെയ്ത പെയിൻ്റ് ഇറക്കി മാർക്കറ്റിലെത്തിച്ച ഏഷ്യൻ പെയിൻറ്റ്സ് ഇന്ത്യൻ ഗ്രാമങ്ങൾ കീഴടക്കി. കൂടാണ്ട് 1952 ആയപ്പോഴേക്കും 23 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനിയായി ഏഷ്യൻ പെയിൻറ്റ്സ് മാറി. ഏതൊരു കമ്പനിയും മാർക്കറ്റിൽ സക്സസ് ആവണമെങ്കിൽ അവരുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു യുണീക്ക് പ്രോഡക്റ്റ് ആ കമ്പനിക്ക് ഉണ്ടാവണം. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വീടുകളിൽ പെയിൻറ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെലവ് കുറഞ്ഞ രീതിയായിരുന്നു ചുണ്ണാമ്പും വെള്ളവും മിക്സ് ചെയ്തടിക്കുന്നത്. എന്നാൽ ഇത് ഉണങ്ങിയതിന് ശേഷവും ദേഹത്തും ഡ്രസ്സിലും എല്ലാം പറ്റുകയും ഒരു ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഇതിന് പരിഹാരമായി അന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്ലാസ്റ്റിക് ഇമൾഷൻ. ചുണ്ണാമ്പ് മിശ്രിതം പോലെ ദുർഗന്ധമോ ദേഹത്തോ ഇത് പറ്റി പിടിക്കില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ വില അന്നത്തെ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരമായി ഏഷ്യൻ പെയിൻറ്റ്സ് മാർക്കറ്റിൽ അവതരിപ്പിച്ച ഒരു പ്രൊഡക്റ്റാണ് വാഷബിൾ ഡിസ്റ്റംബർ. ആ കാലത്ത് പെയിൻറ് മാർക്കറ്റ് പിടിച്ചു കുലുക്കിയ ഒരു പ്രൊഡക്റ്റായിരുന്നു ഈ വാഷബിൾ ഡിസ്റ്റംബർ. പ്ലാസ്റ്റിക് ഇമൾഷൻ്റെ എല്ലാ ക്വാളിറ്റിയും എന്നാൽ കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാവുന്ന വിലയിൽ ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങി. അങ്ങനെ ഈ പ്രൊഡക്റ്റ് സക്സസ് ആയതോടെ 1967 ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന മറ്റെല്ലാ ബ്രാൻഡുകളെയും പിന്തള്ളിക്കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ 1-ാം സ്ഥാനത്ത് ഏഷ്യൻ പെയിൻറ്റ്സ് എത്തി. നീണ്ട 57 കൊല്ലമായി ഈ സ്ഥാനത്തിന് ഒരു ചലനവുമില്ലാതെ ഇന്നും ഇന്ത്യയിലെ 1-ാം നമ്പർ പെയിൻറ് കമ്പനിയായി ഏഷ്യൻ പെയിൻറ്റ്സ് തുടരുന്നു. എന്തുകൊണ്ടായിരിക്കും നീണ്ട 57 കൊല്ലമായിട്ടും ഒരു കമ്പനിക്കും ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ 1-ാം സ്ഥാനം മറികടന്നുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എത്താൻ സാധിക്കാത്തത്? ഇതിന് ഒരു കാരണമാണ് അവർ ഏഷ്യൻ പെയിൻറ്റ്സിൽ നടത്തിയിരിക്കുന്ന ടെക്നോളജി അഡോപ്ഷൻ. ഇന്ത്യയിൽ ISROയ്ക്കും ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനിക്കും മുമ്പേ 1970 കാലഘട്ടത്തിൽ
ഏതാണ്ട് 8 കോടി രൂപയ്ക്ക് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ സ്വന്തമാക്കിയ ഒരേ ഒരു കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. ഈ സൂപ്പർ കമ്പ്യൂട്ടർ വെച്ച് ഇന്ത്യയിലെ പല റീജിയനുകളിലുമുള്ള പെയിൻറ്റിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ ഏഷ്യൻ പെയിൻറ്റ്സിന് കഴിഞ്ഞു. അതായത് കേരളത്തിൽ മഴക്കാലത്ത് പെയിൻ്റ് അടിക്കുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കടകളിൽ ഈ പെയിൻറ് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇന്ത്യയിലെ പല റീജിയനുകളിലുണ്ടാകുന്ന ഡിമാൻഡിനനുസരിച്ച് കടകളിൽ ഷോപ്പ് ഓണേഴ്സ് പോലും ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ പെയിൻ്റ് എത്തിക്കാൻ ഏഷ്യൻ പെയിൻറ്റ്സിന് കഴിഞ്ഞു. ഇത് കൂടാണ്ട് ഈ സൂപ്പർ കമ്പ്യൂട്ടർ വഴി അവരുടെ സപ്ലൈ ചെയിൻ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനും പ്രൊഡക്ഷനിൽ വരുന്ന വേസ്റ്റേജ് കുറയ്ക്കാനും സാധിച്ചു. 1970 മുതൽ നടുക്കുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാറ്റി ഏഷ്യൻ പെയിൻറ്റ്സ് ഡയറക്റ്റായി റീറ്റെയിലേഴ്സിന് പെയിൻ്റ് എത്തിക്കാൻ തുടങ്ങി. ഇതുവഴി കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ കുറഞ്ഞ വിലയിൽ അവരുടെ പ്രൊഡക്റ്റുകൾ നൽകാൻ ഏഷ്യൻ പെയിൻറ്റ്സിന് സാധിച്ചു. ഇന്ന് ഏതാണ്ട് 1,50,000-ലധികം റീറ്റെയിലേഴ്സിലേക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് ഡയറക്റ്റായിട്ട് അവരുടെ പ്രൊഡക്റ്റ് എത്തിക്കുന്നുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സിനെ മാർക്കറ്റ് ലീഡറാക്കുന്ന മറ്റൊരു ഘടകമാണ് അവർ റീറ്റെയിലർ ഷോപ്പുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ടിങ് മെഷീനുകൾ. അതായത് പെയിൻറ് കടകളിൽ കളർ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ. ഈ മെഷീനുകൾ ഉള്ളതുകൊണ്ട് തന്നെ കടകളിൽ എല്ലാ കളറുകളും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടിൻഡിങ് മെഷീൻ ഉപയോഗിച്ച് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ റീറ്റെയിലേഴ്സിന് സാധിക്കും. ഈ ടിൻഡിങ് മെഷീൻ സ്റ്റോർ ചെയ്യാൻ കടയിൽ ഒരു പ്രത്യേക സ്ഥലം വേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആ കടയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന 1-2 കമ്പനിയുടെ ടിൻഡിങ് മെഷീൻ ആയിരിക്കും ആ റീറ്റെയിലർ ആ കടയിൽ സ്റ്റോർ ചെയ്യുക. ബാക്കിയുള്ള കമ്പനികൾ ഈ ടിൻഡിങ് മെഷീൻ്റെ പൈസ റീറ്റെയിലേഴ്സിൽ നിന്ന് വാങ്ങിയപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് ആകട്ടെ ഈ മെഷീനുകൾ റീറ്റെയിലേഴ്സിന് ലീസിന് നൽകി. ഇതുവഴി റീറ്റെയിലേഴ്സ് ബാക്കിയുള്ള കമ്പനികളെ ഒഴിവാക്കി ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ടിൻഡിങ് മെഷീനുകൾ അവരുടെ കടകളിൽ സ്ഥാപിച്ചു. ഇതുവഴി കോമ്പറ്റീറ്റർ ബ്രാൻഡുകൾക്ക് ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കയറാനുള്ള എൻട്രി ബാരിയർ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ് ഉണ്ടാക്കി. നീണ്ട 57 കൊല്ലമായി മാർക്കറ്റ് ലീഡറായി തുടരുന്ന ഏഷ്യൻ പെയിൻറ്റ്സ് അടുത്ത 50 കൊല്ലത്തേക്ക് ഈ സ്ഥാനം നിലനിർത്താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇന്ത്യയിലെ പെയിന്റ് ഇൻഡസ്ട്രി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, പെയിന്റിനേക്കാൾ ലേബർ കോസ്റ്റ് ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. അതായത് അടുത്ത ഒരു 10-15 വർഷം ആകുമ്പോഴേക്കും പെയിന്റിനേക്കാൾ നിങ്ങൾ പെയിന്റ് അടിക്കാൻ പൈസ കൊടുക്കേണ്ടതായി വരും. കസ്റ്റമേഴ്സ് അവരുടെ വീടുകൾ ഒരു പെയിൻറ്ററിൻ്റെ സഹായമില്ലാതെ പെയിന്റ് അടിക്കാനും തുടങ്ങും. ഇത് മുന്നിൽ കണ്ട ഏഷ്യൻ പെയിൻറ്റ്സ് പെയിന്റ് അടിക്കാനുള്ള ടൂളുകൾ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയി മാർക്കറ്റിൽ എത്തിക്കാൻ തുടങ്ങി. ഇതിനൊരു ഉദാഹരണമാണ് റോയൽ പ്ലേ ടെക്സ്ചർ പെയിൻറ്റ് പോലുള്ള ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റുകൾ. അതായത് ഏതൊരാൾക്കും ഈ ടെക്സ്ചർ പെയിൻറ്റ് ഉപയോഗിച്ച് പലതരത്തിലുള്ള ഡിസൈനുകൾ അവരുടെ ഭിത്തികളിൽ സ്വയമായി അടിക്കാൻ സാധിക്കും. പെയിൻറ്റിൽ മാത്രം ഒതുങ്ങാതെ ഏഷ്യൻ പെയിൻറ്റ്സ് മോഡുലാർ കിച്ചണുകളിലും ഇൻറ്റീരിയർ ഡിസൈൻ വർക്സിലും കൂടാണ്ട് ബാത്റൂം ഫിറ്റിങ്ങിലേക്കും അവരുടെ ബിസിനസ് വ്യാപിച്ചിട്ടുണ്ട്. അതായത് ഭാവിയിൽ ഒരു വീട് പണിയാനുള്ള എല്ലാ സാധനവും ഏഷ്യൻ പെയിൻറ്റ്സ് അവരുടേതായി ഇറക്കും. നിങ്ങളുടെ കോമ്പറ്റീറ്റർ എത്ര തന്നെ വലുതാണെങ്കിലും മാർക്കറ്റിലെ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് കസ്റ്റമേഴ്സിന് ആവശ്യമായ പ്രൊഡക്റ്റുകൾ അവരുടെ മുന്നിൽ എത്തിച്ചുകൊണ്ട് മാറുന്ന ടെക്നോളജിക്ക് അനുസരിച്ച് റിസ്ക് എടുത്തുകൊണ്ടുണ്ടാക്കിയ തീരുമാനങ്ങളുമാണ് കഴിഞ്ഞ 57 കൊല്ലമായി ഏഷ്യൻ പെയിൻറ്റ്സിന് ഇന്ത്യൻ മാർക്കറ്റിൽ 1ാം സ്ഥാനത്ത് തുടരാൻ സാധിച്ചത്.